നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയലിൽ നിന്ന് എനിക്കൊരു മുറിപ്പാടേറ്റു, ഒരു വടു. പക്ഷേ അതിപ്പോൾ ഉടങ്ങിപ്പോയി. ഞാൻ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. സാബി അലോൺസോ ഒടുവിൽ മനസ്സ് തുറക്കുകയാണ്. അദ്ദേഹം ഏറെ കൊതിച്ചാണ് റയലിൻ്റെ കോച്ചായിട്ട് എത്തിയത്. പക്ഷേ അവിടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടന്നില്ല. അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ റയൽ സാക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ഈ സീസൺ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്. ഇപ്പോൾ ചെൽസിയുടെ കോച്ചായിട്ട് എത്തിയിരിക്കുമ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളൊന്ന് തുറന്നു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകും മുമ്പ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ നോക്കാം. അദ്ദേഹം റയൽ സോസിഡാഡിൻ്റെ ബി ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് കോച്ചിങ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. 2019 മുതൽ 2022 വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബയർ ലെവർക്യൂസനിലേക്ക് പോയി. അവിടെ അദ്ദേഹം വൻ സക്സസ് ആയി. ഇത് അദ്ദേഹത്തിൻ്റെ പഴയകാല ക്ലബ്ബുകൾ ലിവർപൂളും റയലും അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട്. ബയേണിനും താല്പര്യമുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കവേ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി. വലിയ കുട്ടി ഘോഷിച്ചുകൊണ്ടുള്ള കൊണ്ടുവരലായിരുന്നു അത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ജനുവരിയോടുകൂടി അദ്ദേഹത്തെ അവർ സാക്ക് ചെയ്തു. പിന്നെയാണ് ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നത്. ചെൽസിയിൽ ഇപ്പോൾ വലിയ മൂവുകൾ, ഒരുപാട് സൈനിങ്ങളൊക്കെ നടത്തി ടീമിനെ കരുത്തുറ്റതാക്കിയിട്ടുണ്ട്. സാബി തവണ തിളങ്ങും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ബയർ ലെവർക്യൂസനിലുണ്ടായിരുന്ന സാബി അലോൺസോയെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. റയലിലൊന്ന് ഫ്ലോപ്പായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച കോച്ച് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനൊട്ടും കോട്ടം തട്ടിയിട്ടില്ല എന്നാണ് ഫുട്ബോൾ ലോകത്തിൻ്റെ നിരീക്ഷണം. എന്തായാലും കോച്ച് പറയുന്നു, ഐ ഗോട്ട് എ സ്കാർ ഫ്രം റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡിൽ നിന്ന് എനിക്കൊരു മുറിവിൻ്റെ പാട് കിട്ടി, അല്ലെങ്കിൽ ഒരു വടു ഉണ്ടായി. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നൗ ഇറ്റ് ഹീൽഡ്. ഇപ്പോൾ അത് സുഖം പ്രാപിച്ചിട്ടുണ്ട്. ആ മുറിപ്പാട് സുഖം പ്രാപിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനതിൽ പോസിറ്റീവ് കാര്യങ്ങളാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വർക്ക് ചെയ്യാതെ പോയ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പുനഃപരിശോധന നടത്തുന്നുണ്ട്. ഞാൻ സ്വയം വിമർശകനാണ്, സ്വയം സെൽഫ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എന്താണ് ബെറ്ററായി ചെയ്യാമായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കാതിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതനുസരിച്ച് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുമുണ്ട് എന്നാണിപ്പോൾ സാബി അലോൺസോ വളരെ കൃത്യമായിട്ട് പറയുന്നത്. എന്ത് റയലിൽ സംഭവിച്ചുവോ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന തരത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ മാറിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ചെൽസിയിൽ സക്സസ് ആകാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.